എന്ന് പറയുന്നത് ചക്കപ്പഴം. അത് ചിലവർ ആത്തച്ചക്ക എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ നട്ടു വളർത്താമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ്ട് ഒരെണ്ണം കണ്ടോ, നിറച്ചതുമ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇതും ഒരു മരം രണ്ട് മരം ഒന്നല്ല എൻ്റെ അടുത്തുള്ളത് കേട്ടോ, കുറെ മരങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആത്തച്ചക്ക നമ്മളെ വീട്ടിലും ഏത് പെരയുടെ അടുത്തും വളർത്താം. കാരണം ഒരു 10 അടിയൊക്കെ ഉയരേത് വരുള്ളൂ, വലിയ മരമാവൂല. അത് ഇതുമ്പോ നിറച്ച് കായ ഉണ്ട്. കണ്ടില്ലേ, കായ കണ്ടില്ലേ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഒരു ഭാഗത്തല്ല, ഞാൻ ഇപ്പൊ കുറച്ച് ഭാഗങ്ങള് പറയുന്നത്. കണ്ടോ, ഇതിൽ ഈ വിള്ളലൊരു മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ നമുക്കത് മൂത്തു. അപ്പോൾ എന്ത് പൊട്ടിച്ച് വെച്ചാല് നല്ല പഴുത്ത് വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. അതിന് മുന്നേ അർത്താൽ കറുത്ത നിറം വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് എന്താ വെച്ചാൽ ഇത് നട്ടോളെത്തിയാല് ഇതിന് ശ്രദ്ധിക്കാം. അപ്പൊ മഞ്ഞ നിറം എന്ന് ഞാൻ പറഞ്ഞതിനുണ്ടോ, ഇതിപ്പോ മഞ്ഞ നിറം ആയി വരാന്നുള്ളൊരു പ്ലാനിലേക്ക് വരുന്നുണ്ട്. കണ്ടത് ഇങ്ങനെ വിണ്ട പോലെ വരുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ വിചാരിക്കുന്നു. അവിടെ ഒരു മരത്തുമ്പോൾ തന്നെ നമുക്ക് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. കുറച്ചല്ല കേട്ടോ. പിന്നെ നേരെ പറഞ്ഞില്ലേ, വീടിന്റെ അടുത്താണ് ഉണ്ടാക്കണോ. നിങ്ങൾ ഒരു മരമാണെങ്കിൽ നമ്മൾ പൊട്ടിച്ചാട് പോലെ മഴക്കാലത്ത് പ്രശ്നങ്ങൾ വരുമല്ലോ, അതൊന്നുമില്ല. ചെറിയൊരു മരമാണ്. നിങ്ങൾക്ക് ഈ മരം മുഴുവനായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നോക്കൂ, ഇതാണ്. കണ്ടോ, ഇത് ഒരു വീട് അത്ര വലിപ്പം വരുള്ളൂ. അല്ല, അത്യാവശ്യം ഒരു 10 അടിയൊക്കെ ഉയരം വരുള്ളൂ, വലിയൊരു വണ്ണം ഉണ്ടാവൂല. ഇപ്പൊ കണ്ട ഈ മരത്തിന്റെ വണ്ണം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മാക്സിമം വണ്ണം വരികയാണെങ്കിൽ ഇത്രേ വരുള്ളൂ. കണ്ടോ, ഒരു കൈ എത്ര വണ്ണം വരുള്ളൂ, കണ്ടില്ലേ. അപ്പൊ ഇത് ഇത്ര നമുക്കൊരു ശല്യമില്ലാത്ത മരമാണ്. നല്ല ഇഷ്ടംപോലെ കായ കായ്ക്കും. അത് പക്ഷെ ഒരു കർത്തരോ ഈ കായ കരിയുന്നൊരു രോഗം വരലുണ്ട് ഇതിന്. അതിന് നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത്. വീഡിയോ മുഴുവനാണ് ഈ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളെന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കണ്ടില്ലേ, പടത്ത് ചക്കപ്പഴം നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കുന്നു. അവിടെ മൂത്ത കായകളൊക്കെ നിൽക്കുന്നുണ്ട്. പല കായകളും, ചെറുത്, പൂക്കള് പലതും ഉണ്ട്. ഇതുമേ ഇതിനൊരു കർത്തരോഗം വരുന്നൊരു രോഗം ഉണ്ടാവാനുണ്ട് കേട്ടോ. കായക്കര കർത്തരോ, ഇതൊരു മഴക്കാലത്താണ് അത് അധികം വരല്. കണ്ടില്ലേ. അപ്പൊ കറുത്ത നിറം വന്ന് കായ നശിക്കണ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കായ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇപ്പൊ ഒരു കറുത്ത നിറം വന്ന കായ. മരത്തിന് മേലെയാണ് കേട്ടോ. എനിക്ക് അടുത്തുനിന്ന് എടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അതിന്റെ അടുത്ത് ഇപ്പൊ ഉണ്ടായതുണ്ട് കേട്ടോ. കണ്ട, കറുത്ത കായ നല്ല വരുന്നുണ്ട്. അത് ഈ കംപ്ലൈന്റ് വരുന്നത്. എന്നാല് ഈ പൊട്ടാസിന്റെ കമ്മി വരുമ്പോഴാണ് ഈ ഒരു കംപ്ലൈന്റ് വരല്. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് കായകൾ അതേപോലെ കറുത്ത നിറം വന്നിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതാ കുറെ കായകൾ അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ശേഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ വളർത്തത്. അതിന് ശേഷം ഈ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ആ വളർത്തതിന് ശേഷം ഉണ്ടായ കായകൾ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ശേഷം ഉണ്ടായ കായകളെ അപ്പൊ കാണിച്ചത് മരത്തുമ്പോ ഉണ്ടായതാണത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, അതിന്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ ഒരു കറുത്ത കായ, അത് ആദ്യം ഉണ്ടായതാട്ടോ. അത് അതിന്റെ ഇടയിലൊക്കെ ഫസ്റ്റ് ഉണ്ടായ കായകളൊക്കെ ഇതേപോലെ കറുത്ത നിറം വന്നിരുന്നു. കണ്ടോ, ഇപ്പൊ ഞാൻ വളം ഇട്ടതിന്റെ ശേഷം ഉണ്ടായതാണ്. ഞാൻ എന്ത് വളമാണ് ഇടുന്നത് എന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയും. അപ്പൊ അതുവരെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാനും ശ്രമിക്കുക. ഇതൊക്കെ നല്ല പാകമായിക്കണം കേട്ടോ. ഇത് പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാനായിക്കണോ. ഈ എറുമ്പ് ശല്യങ്ങളൊക്കെ ഇതുമ്പോ നല്ല, അതിനൊക്കെ നമ്മള് ഒരു വേപ്പ് പിണ്ണാക്ക് മിശ്രിതമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് എറുമ്പ് ശല്യങ്ങളൊക്കെ പോകും. കണ്ടോ, ഒരു കായല്ല, നിറച്ച് കായാണ് ഇതൊക്കെ പൊടിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ഒരു പൊട്ടിക്കാറായ ഒരു കായ കാണിച്ചു തരാം നമുക്ക്. അടുത്തല്ല, അതുകൊണ്ടാണല്ലോ. കണ്ട, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് ഒരു മഞ്ഞ നിറം വരൽ തുടങ്ങിക്കുന്നു. കണ്ടോ, ആ ഒരു വെള്ളിച്ച വന്നു കഴിഞ്ഞാല് അത് പൊട്ടിക്കാറായിക്കുന്നതാണ് അതിന്റെ അർത്ഥം. കണ്ടോ, ഇത് നമ്മൾ എന്നിട്ട് വല്ല അരിയിൽ വളർത്ത എന്തെങ്കിലും സാധനങ്ങളിലൊക്കെ എടുത്തു വെച്ചാല് എളുപ്പം പാകമാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നല്ല മധുരവും ഉണ്ടാകും, നല്ലതും ഉണ്ടാകും, ടേസ്റ്റാണ്.
ഈ കായ ഞാൻ വളം ചെയ്തതിന് ശേഷമുള്ള കായകളാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ടോ, 3-4 മരമുണ്ട്. വലിയ ശല്യമുള്ള മരമല്ല, ചെറിയൊരു മരമാണിത്. ഒരു 10 അടി, ഞാൻ വീടിന്റെ ഫസ്റ്റ് പറഞ്ഞിരുന്നു, 10 അടി വരെ ഇതൊക്കെ ഉയരം വരികയുള്ളൂ. അപ്പൊ വലിയ ശല്യമില്ല. ഇതിന്റെ ഒരു വണ്ണം വരൂല. കണ്ടോ, ഒരു മരത്തിന്റെ വണ്ണം കണ്ടോ, ഓരോ മരങ്ങളിൽ വണ്ണം അത്രേ ഉള്ളൂ. വലിയ ശല്യമുള്ള മരമല്ല. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. കണ്ടോ, ഞാൻ ആ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് വീടിന്റെ തട്ടിൽ കയറിയിട്ട്. കണ്ടോ, അപ്പൊ അത്രയും ഉയരമില്ല ഇത്. കണ്ടോ, നേരത്തെ കാണിച്ച പഴങ്ങളൊക്കെ അതാ. കണ്ടോ, നീ കാണുന്നുണ്ട് വിചാരിക്കുന്നു. കണ്ടോ, പാകമായ കായ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട്, അത് കണ്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മേലെന്ന് കാണിക്കുമ്പോൾ എന്നാ കേട്ടോ, ആ കറുത്ത സോക്കടുള്ള കേടുള്ള കായ ഇതാ. കണ്ടോ, ഇതാണ് ആ കേടുള്ള കായ. ഇതേപോലെ കേട് വരിക. അതിനൊക്കെ നമ്മള് സൂത്രപ്പണി ഉണ്ട്. നല്ല വലിപ്പം വെക്കും കേട്ടോ. ഈ നമ്മള് മലേഷ്യയുടെ കായാണ് വലിപ്പം വെക്കാന്നൊക്കെ പറയും. ഇത് നാടൻ കായ തന്നെയാണ്. ഇന്നാലും വലിപ്പം വെക്കും നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ. ഇത് നമ്മള് വളപ്പിൽ വെച്ചിട്ട് അത് വേണ്ടി വരെ കായ പൊട്ടിക്കാൻ മാത്രം ചെന്നാല് ഇങ്ങനെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനൊരു മാർഗമില്ല. ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വളമായിട്ട് ഇടുന്നതാണ് ഒരു 1/4 ചിരട്ട പൊട്ടാസ് ഇടുക. പൊട്ടാസ് ഇട്ട് കഴിഞ്ഞാല് ഈ കായ കറുത്ത നിറം വരലെന്നൊക്കെ ഒഴിവാകും. പൊട്ടാസ് ഈ കാൽസ്യത്തിന്റെ കമ്മിയാണത്. പിന്നെ നമ്മൾ ഇതിനിടുന്നത് റോക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു വളമൊക്കെ നമുക്ക് രാസവളമൊക്കെ വെക്കുന്ന കടയിൽ കിട്ടും. അതും കുറച്ചിട്ട് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കായ കറുത്ത നിറം വരിക എന്നൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പല സുഹൃത്തുക്കളും എന്നോട് ഇത് വിളിച്ച് ചോദിച്ചതാണ്, കമന്റിൽ ചോദിച്ചതാണ്. ഈ 2 വളം ഇട്ട് കഴിഞ്ഞാല് ഈ കായക്ക് കറുത്ത നിറം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഇത് അതിന്റെ കൂടെ കോഴിവളം കൂടെ ഇടുകയാണെങ്കിൽ, നല്ല ഉണങ്ങി പൊടിഞ്ഞ കോഴിവളം കൂടെ ഇടുകയാണെങ്കിൽ സൂപ്പറായി. സൂപ്പർ. അടുത്ത വീഡിയോ ആണ് ഈനം പഴം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അതിലൊക്കെ പൂക്കൾ വരുന്ന ഒരു കാലാണിത്. കണ്ടോ, പൂക്കൾ കണ്ടോ, ഈനം പഴമാണിത് കേട്ടോ. മറ്റേ ചക്കപ്പഴം, ഇത് ഈനപ്പഴം. ഇത് കുറച്ചും കൂടെ ചോപ്പ് വലുപ്പം ഉണ്ടാകും. ഒരു 3/4 കിലോ വരെയൊക്കെ ഓരോ കായകൾ വലുപ്പം വരുത്. ഇതിലിപ്പോ കായ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ കായ കാണാനില്ല. സൺസൈഡിൽ പൂച്ചനെ കാണാനുണ്ട്. സൺസൈഡിൽ പൂച്ചനെ കാണാണ്ട് കായ കാണാനില്ല. കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് വലിയ മരമാണ് കേട്ടോ. ഇതും പെരയുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ വലിയൊരു ശല്യമല്ല. എന്നാൽ അത്യാവശ്യം നല്ല പെരടിനൊക്കെ ഉയരം വരുന്നൊരു സാധനമാണ്. വല്ലാതെ പൊട്ടിച്ചാടും. മഴക്കാലത്തൊക്കെ വല്ലാതെ വലിയ ഉറപ്പുള്ള മരമല്ല അത്. അപ്പൊ അതിനനുസരിച്ച് അത് പൊട്ടിച്ചാടും. ഇതിന്റെ വീഡിയോ ചെയ്യാം. ഇങ്ങനെ ബേത്തിന്റെ പൂക്കളാണ് ഈ കാണുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോട്ടത്തിന് ഞാനൊന്നും വീഡിയോ പിടിക്കാം. അതിന്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വരും.